ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 22 നക്സലുകൾ കൊല്ലപ്പെട്ടു. ബിജാപൂർ, കാങ്കർ ജില്ലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിനിടെ ഒരു സുരക്ഷാ സേനാംഗം വീരമൃത്യു വരിച്ചു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഛത്തീസ്ഗഡിൽ രണ്ടിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് സുരക്ഷാ സേന 22 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുള്ളത്. രണ്ട് പ്രദേശങ്ങളിൽ, ഒന്ന് ബീജാപൂർ, ദന്തേവാഡ ജില്ലകളിലെ അതിർത്തി പ്രദേശമായിട്ടുള്ള വനമേഖലയിലാണ് ഇന്ന് പുലർച്ചെ മുതൽ സൈന്യവും ഒപ്പം CRPF-ഉം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ 18 പേർ കൊല്ലപ്പെട്ടു. മറ്റൊന്ന് കാങ്കർ ജില്ലയിലെ വനമേഖലയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 4 പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ബസ്തർ IG P. സുന്ദർരാജ് അല്പസമയങ്ങൾക്ക് മുൻപ് അറിയിച്ചിട്ടുള്ളത്. അതായത് കാങ്കർ, ബീജാപൂർ ജില്ലകളിലായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് സുരക്ഷാ സേന 22 ഭീകരരെ ഇതിനോടകം വധിച്ചിട്ടുള്ളത്. ഒപ്പം 2 പ്രദേശങ്ങളിലും കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ടെന്നും വനമേഖലയിൽ പരിശോധന തുടരുകയാണ് എന്ന കാര്യവും ബസ്തർ IG P. സുന്ദർരാജ് അറിയിച്ചിട്ടുണ്ട്. മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ദന്തേവാഡ, ബീജാപൂർ അതിർത്തി മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കവെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 22 ഭീകരരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചു. ഒപ്പം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. കാരണം വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. 22 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിൽ സുരക്ഷ ശക്തമാക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രത്യേക ഓപ്പറേഷന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരക്ഷാ ഉദ്യോഗസ്ഥർ രൂപം നൽകി വരികയാണ്. അതിന്റെ ഭാഗമായി പ്രത്യേക പരിശോധന CRPF-ന്റെ കോബ്ര യൂണിറ്റും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി പ്രത്യേക പരിശോധന വനമേഖലയിൽ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയായിരുന്നു ബീജാപൂർ, ദന്തേവാഡ ജില്ലയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള വനമേഖലയിൽ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലാണ് ദന്തേവാഡ, ബീജാപൂർ അതിർത്തിയിൽ 18 ഭീകരരെയും കാങ്കർ ജില്ലയിലെ വനമേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിൽ 4 ഭീകരരും കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും മേഖലയിൽ പരിശോധന തുടരുകയാണ്. രാജ്യത്ത് നിലവിൽ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്ന, ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം ചില പ്രദേശങ്ങളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ബാക്കിയുള്ളത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് പ്രത്യേക യോഗം ഛത്തീസ്ഗഡിൽ തന്നെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വ്യക്തമാക്കിയത് മാവോയിസ്റ്റ് ഭീകരരുടെ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ 80% കുറവുണ്ടായിട്ടുണ്ട്. ചുവപ്പൻ ഭീകരത രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയും നടപടികളും രൂപീകരിച്ചിട്ടുണ്ട് എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കിയിട്ടുള്ളത്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമാനുസൃതമായ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിന്റെ വനമേഖലയിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമാക്കുന്നു. അത്തരത്തിലുള്ള മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ വിജയം കാണുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഛത്തീസ്ഗഡിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് പോലും പുറത്തു വന്നിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതുവരെ റിപ്പബ്ലിക് ദിനത്തിലോ സ്വാതന്ത്ര്യ ദിനത്തിലോ ത്രിവർണ്ണ പതാക ഉയർത്താതിരുന്ന, ദേശീയ പതാക ഉയർത്താതിരുന്ന ബീജാപൂരിലെ ഉൾവനമേഖലകളിൽ പോലും ഇത്തവണ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൂടാതെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാനെത്തുന്നു. അത്തരത്തിൽ വലിയ മാറ്റം, മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഫലം കാണുന്നതിന് മാറ്റം ഛത്തീസ്ഗഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ മുതലാണ് ഇത്തരത്തിലൊരു പ്രത്യേക പരിശോധന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ബീജാപൂർ മേഖലയിൽ നടത്തിയത്. അതിനിടയിലാണ് ബീജാപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വനമേഖലയിൽ ഏറ്റുമുട്ടലുണ്ടാകുകയും 18 ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കാങ്കർ മേഖലയിൽ 4 ഭീകരരെ വധിച്ചു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. മേഖലയിൽ പരിശോധന തുടരുകയാണ്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.